So let us consider some examples of sequence of increasing and sequence of decreasing sets. An is equal to set of all omega such that uh, 0 less than omega less than 1 minus 1 by n. Okay, so that is a subset of minus infinity to infinity equal to omega. Then what is the behavior of an? So I will draw one line here, and this is 0 and this is 1 minus, this is 0, this is 1 minus 1 by n. Okay, so when n equal to 1 ആകുമ്പോൾ എന്താവും 0, 0 എന്നാവും. Okay, since it is strictly less than, it will be open set. Strict less than or equal to any closed set. Strictly less than means it is open set. So open 0, 0, that is null set if n equal to 1. Now if n equal to 2, what will be the set? 0, 1 minus 1 by 2, that is 1 by 2. Okay, അപ്പോൾ അതിനേക്കാളും കുറച്ചുകൂടി ബിഗർ സെറ്റ് ആയിരിക്കും. അപ്പോൾ അത് നമുക്ക് വേണമെങ്കിൽ n equal to 2, n equal to 3, then the set will be 0, 2 by 3 അല്ലേ, 2 by 3 ഇവിടെ വരും, 2 by 3 and so on. So that means this is an increasing set. Okay, this is an increasing set. So what will be the last value? Last value will be as n equal to infinity, that will be the last value. Then 0, എന്തായിരിക്കും 1 by infinity എന്ന് പറഞ്ഞാൽ 0 ആണ്. 1ൽ നിന്ന് 1 by infinity 0 കുറയ്ക്കുന്നു, അതായത് 1 മൈനസ്. അപ്പോൾ 1ന് തൊട്ട് മുമ്പുള്ള മൈനസ് 0, 1ന് തൊട്ട് മുമ്പുള്ള നമ്പർ, അതാണ് ഉദ്ദേശിക്കുന്നത് 1 മൈനസ് എന്ന് പറഞ്ഞാൽ. നമ്പർ ആണ്, അത് ഏതാണെന്ന് നമുക്ക് പറയാൻ പറ്റും. ഏതൊരു രണ്ട് നമ്പറിൻ്റെ ഇടയിൽ അൺകൗണ്ടബിളി മെനി റിയൽ നമ്പേഴ്സ് ഉണ്ട്. 1ന് തൊട്ട് മുമ്പുള്ളത്, അതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ സാധാരണഗതിയിൽ 1 മൈനസ് ആണ് അത് റെപ്രസെൻറ്റ് ചെയ്യുക, അതിൻ്റെ അപ്പോസ്ട്രോഫി മൈനസ്. സോ ദിസ് ഈസ് എൻ ഓപ്പൺ സെറ്റ്, ദാറ്റ് മീൻസ് 0, ഓപ്പൺ 1. അപ്പോൾ 1ന് തൊട്ട് മുമ്പുള്ളതെന്ന് സൂചിപ്പിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്താൽ മതി, ജസ്റ്റ് 1 ഓപ്പൺ എന്ന് കൊടുത്താൽ മതി. 1 ഓപ്പൺ എന്ന് പറഞ്ഞ അർത്ഥം 1 ഇല്ല, 1ന് തൊട്ട് മുമ്പുള്ളത്. സോ ജസ്റ്റ് യൂസ് 1 ഓപ്പൺ, ദാറ്റ് ഈസ് 0 ലെസ് ദാൻ എന്താണ് പോയിന്റ്, ഒമേഗ ലെസ് ദാൻ 1. So that is the limit. Now we consider another example, that is 1 plus 0, 1 plus 1 by n. Okay, so in this case for n equal to 1 ആകുമ്പോൾ എന്താവും 0, 2 എന്ന് വരും അല്ലേ, 1 plus 2, അത് എന്താണ് open. Then when n equal to 2 വരുമ്പോൾ എന്ത് വരും, it is 0, 1.5. okay, somewhere here 1.5 open, and so on. When n equal to infinity, what happens?
when n equal to infinity, it is 0 comma 1 by infinity എന്ന് പറഞ്ഞാൽ 0 ആണ്. അപ്പോൾ 1 പ്ലസ് 0 ഓപ്പൺ. അപ്പോൾ 1 പ്ലസ് 0 ഓപ്പൺ എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ എന്താണത്? 1ന് ശേഷമുള്ള നമ്പറിൽ ഓപ്പൺ ആണ്. അതായത് 1ന് ശേഷമുള്ള നമ്പർ ഇല്ല, അതിന് തൊട്ട് മുമ്പുള്ള നമ്പർ ഉണ്ട്. സോ ദാറ്റ് മീൻസ് ക്ലോസ്ഡ് 1, റൈറ്റ്? ക്ലോസ്ഡ് 1. സോ ദിസ് ഈസ് സെയിം ആസ് ക്ലോസ്ഡ് 1. ഈ സെറ്റ് എന്തിന് തുല്യമാണ്? ദിസ് ഈസ് ഈക്വൽ ടു ക്ലോസ്ഡ് 1. കാരണം വെച്ചാൽ 1ന് ശേഷമുള്ള നമ്പറിൽ ഓപ്പൺ, അതായത് ആ 1ന് ശേഷമുള്ള നമ്പർ ഇല്ല, അതിന് മുമ്പുള്ള നമ്പർ, അത് 1 ആണ്. സോ ദാറ്റ് ഈസ് ക്ലോസ്ഡ് 1. So the limit is 0 less than omega less than or equal to 1, close to 1. 0 less than omega less than or equal to 1. Okay. So this set Bn decreases to B. So that is ഇതാണ് സെറ്റിന്റെ ലിമിറ്റിന്റെ ഉദാഹരണം. സെറ്റിന്റെ ലിമിറ്റ്, നമ്പേഴ്സിന്റെ ലിമിറ്റ് ഇല്ല. We are considering the limit of sets. ഇതുപോലുള്ള ഈ ഒരു കൺസെപ്റ്റ് നിങ്ങൾ മനസ്സിൽ ക്ലിയർ ആയിട്ടുണ്ടാവണം. Because we are considering the sets and we are considering the convergence of probability of sets. സെറ്റിന്റെ കൺവേർജൻസുകളാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്, ഒരു നമ്പറിന്റെ അല്ല. അതുകൊണ്ട് സെറ്റ് കൺവേർജ് ചെയ്യുക അല്ലെങ്കിൽ സെറ്റ് ഇൻക്രീസ് ചെയ്യുക, സെറ്റ് ഡിക്രീസ് ചെയ്യുക, ദിസ് ഈസ് ദ മീനിങ് ഓഫ് ഡിക്രീസിങ് ഓർ ഇൻക്രീസിങ് സെറ്റ്സ്. സോ യു ഷുഡ് കീപ് ഇൻ മൈൻഡ് ദിസ് ടൈപ്പ് ഓഫ് or this figure in your mind. Okay, this type of behavior of sets. Now let us consider Bn. Bn is equal to infimum of Ak. So yeah, we are considering a sequence of sets A1, A2, etc. Ak. Okay, we are considering the sequence A. Now sequence A means there are what are the elements? These are the A1 is there, A1 comma A2 comma etc, AN comma etc. That are the members. A1, A2, etc. A. Now let us just take a stage here. It is Ak and it is An etc. Okay, അങ്ങനെ പോകും. A infinity okay, A infinity വരെ അല്ലെങ്കിൽ ലാസ്റ്റ് മെമ്പർ വരെ പോകും. Now we consider these sets. That means An comma A n plus 1 comma A n plus 2 comma etc. So from this stage we take the sets from this stage, this onwards, right? And take the infimum. Take the infimum that is denoted as Bk. ഈ സെറ്റുകളിലേക്ക് ഇൻഫിമം എടുത്തു. B infimum of ഏതാണ് ഇത്? That is denoted as infimum of എന്താണ് സെറ്റ് K where K ranges from K greater than or equal to 1. Sorry, greater than or equal to okay. So that is denoted as Bn. Okay, that is denoted as Bn. Now as a special case we are considering the decreasing sets. Okay, here if An is increasing
sorry, if n is decreasing, then n comp is increasing, so n decreases by a. So we are here we are considering decreasing sets. So since it is a infimum, this is an infimum of ak. Infimum എന്ന് പറഞ്ഞാൽ എന്താണ്? ഞാൻ ആ പിക്ചർ എടുക്കാം. ഡിക്രീസിങ് സെറ്റ്, ഇത് ഇൻക്രീസിങ് സെറ്റാണ്, ഇതാണ് ഡിക്രീസിങ് സെറ്റ് അല്ലേ? അതായത് 0, 2, 0, 1, 1/2 എക്സെട്ര 0, 1 മുകളിലുള്ളത്. ഈ ഒരു പാർട്ട് നിങ്ങൾ നോക്കുക. ഈ ഒരു പാർട്ട് നോക്കിയാൽ ഇത് ഒരു ഡിക്രീസിങ് സെറ്റിൻ്റെ കളക്ഷനാണ്. ഓക്കെ, ഡിക്രീസിങ്. അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? ഡിക്രീസിങ് ആയതുകൊണ്ട് ഡിക്രീസിങ് നമ്മൾ എഴുതാം. ഡിക്രീസിങ്. ഡിക്രീസിങ് സെറ്റ്സിന്റെ ഇൻഫിമ ഏതാണ്? ഈ ഒരു ഫിഗർ നോക്കിയാൽ അറിയാം. ഏറ്റവും മുകളിലത്തെയാണ്. ഇപ്പോൾ ഡിക്രീസിങ് ആകുമ്പോൾ ഇത് എങ്ങോട്ടാണ് ഡിക്രീസിങ്? അതിൻ്റെ ഏറ്റവും ചെറിയ വാല്യൂയിലേക്കാണ് ഡിക്രീസിങ്. സോ ദ ഇൻഫിമ ഈസ്, മാത്രമല്ല ആ ചെറിയ വാല്യൂ എന്താണ്? ഇന്റർസെക്ഷൻ ഓഫ് ഓൾ ദീസ് സെറ്റ്സ് ആണ്. 0,2ൻ്റെയും 0,1/1.5ൻ്റെയും എക്സെട്ര 0,1ൻ്റെ ഇന്റർസെക്ഷൻ എന്ന് പറയുന്നത് 0,1 തന്നെയാണ്. ഓക്കെ, സോ അതുകൊണ്ട് ഡിക്രീസിങ് സെറ്റ്സിൻ്റെ എന്താണ്, അല്ലെങ്കിൽ ഇൻഫിമം എന്ന് പറയും ഒരു സെറ്റ്. ഇനി ഏത് സെറ്റ് എടുത്താലും അതിൻ്റെ ഇൻഫിമം എന്ന് പറയുന്നത് അതിൻ്റെ ഇന്റർസെക്ഷനാണ്. ഓക്കെ, ഫോർ ആർബിട്രറി സീക്വൻസ്. ഓക്കെ, ഫോർ ആർബിട്രറി സീക്വൻസ് the infima is nothing but the intersection. Okay, ഇനി ഇത് ഈ ഒരു ഇതെടുക്കുക. എന്താണ്? ഇതൊരു ഈ സെറ്റ് എടുത്താൽ നമുക്ക് കാണാൻ പറ്റും. what is the infimum? ഇപ്പോൾ ഈ സെറ്റുകളെല്ലാം ഇൻഫിമം എടുത്താൽ അത് അതിൻ്റെ ഇൻ്റർസെക്ഷൻ. ഇൻഫിമം എന്ന് പറഞ്ഞാൽ ഈ 0, 0 ആണ് ഏറ്റവും ചെറിയ സെറ്റ് ഇൻഫിമം വാല്യൂ. ഇതെല്ലാം കൂടി എടുത്താൽ ഇനി ഒരു സ്റ്റേജിന് ശേഷമാണ് എടുക്കുന്നത്, ആ സ്റ്റേജിൽ ഏറ്റവും ചെറുതാണ് വരും. സോ ഇൻഫിമം ഈസ്, അപ്പോൾ ആ ഏറ്റവും ചെറുത് ഏതാണ്? ഈ സെറ്റുകളെല്ലാം ഇൻ്റർസെക്ഷനാണ് അല്ലേ? ഇപ്പോൾ 0, 0 എന്നുള്ള സെറ്റ് 0, 0യുടെയും 0,1/2ൻ്റെയും 0,2/3യുടെയും 0,1ൻ്റെയും ഇൻ്റർസെക്ഷനാണ്. ഓക്കെ, സോ വി ക്യാൻ ഡിനോട്ട് ഇറ്റ് ആസ് intersection of k from 1 n to infinity ak, അങ്ങനെ റെപ്രസെന്റ് ചെയ്യാം. സോ ഫോർ ആർബിട്രറി സെറ്റ്, whether this is increasing or decreasing, we can say that infimum of ak is nothing but intersection of k going from n to infinity ak. So the formal description is set for omega such that omega belongs to all ak's except perhaps a1 a2 to an minus 1. Okay, intersection എന്ന് പറഞ്ഞാൽ എല്ലാത്തിലും ഉണ്ടാവണം, അതാണ് intersection means. അതുകൊണ്ടാണ് ഫോർ ഓൾ എ കേസ് എഴുതിയിരിക്കുന്നത്. ഫോർ ഓൾ എ കേസ് എക്സെപ്റ്റ്, അത് n ശേഷമാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്, അതുകൊണ്ടാണ് എക്സെപ്റ്റ് പെർഹാപ്സ് a1 a2 to n minus 1 എഴുതിയിരിക്കുന്നത്. Now we consider supremum. Cn is equal to supremum of ak. So what is a supremum? Supremum, അപ്പോൾ നമ്മളത് നേരത്തെ പോലെ തന്നെ let us take the supremum. So supremum of ഇത് തന്നെ എടുക്കുക. അതിൽ മാറ്റിയിട്ട് നമ്മൾ ജസ്റ്റ് ഇൻഫിമം എന്നുള്ള മാറ്റിയിട്ട് we shall use supremum, the word supremum. So that is denoted as Cn. Okay, so this is supremum. വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, പിന്നീടൊക്കെ ആവശ്യമുണ്ടാവും. So you carefully try to understand. Supremum of AK. This is the supremum value. So C is denoted as supremum. So in a similar fashion we can say that. So ഇതിൻ്റെ സുപ്രീം എന്താണ്? ഈ മുകളിലുള്ള ബോക്സിൻ്റെ സുപ്രീം വാല്യൂ എന്ന് പറയുന്നത് നമുക്കറിയാം ഏറ്റവും വലിയ സെറ്റ് 0, 2 എന്നുള്ളതാണ്. ഓക്കെ, 0 is actually union of 0, 1, 0, 1, 1.5, 0 etc. 0, 2 ആണ്. So this can be considered, supremum can be considered as union of the collection. Okay, ഇത് താഴത്തെ നോക്കിയാലോ, ഇതിൽ സുപ്രീം ആണ്. സുപ്രീം നോക്കിയാൽ അറിയാം 0, 1 ആണ് സുപ്രീം. അത് സുപ്രീം എന്ന് പറഞ്ഞാൽ ആക്ച്വലി എന്താണ്? 0, 0യുടെയും 0,1/2ൻ്റെയും 0,2/3യുടെ ഒക്കെ എല്ലാത്തിൻ്റെ യൂണിയനാണ്. സോ വി ക്യാൻ കൺസിഡർ ഫോർ എനി ആർബിട്രറി സെറ്റ്സ്, even though this is increasing or decreasing or any arbitrary set, the supremum is nothing but the union of that collection.
Okay, so that is denoted as supremum of k going from n to infinity ak, that is nothing but union k from n to infinity ak. So what is the definition? Since it is union, നമ്മൾ യൂണിയൻ ആകുമ്പോൾ നമ്മൾ എന്താ പറയുക, ഏതെങ്കിലും ഒന്നിലുണ്ടെങ്കിൽ ആ യൂണിയനിൽ ഉണ്ടാവും. സോ ഒമേഗ സച്ച് ദാറ്റ് ഒമേഗ ബിലോങ്സ് ടു ദ അറ്റ്ലീസ്റ്റ് വൺ ഓഫ് an plus 1 etc. Okay, omega belongs to at least one of an plus 1 etc. നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് anലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. So at least one of an plus 1 etc. So this is very fundamental concept, should be keep in mind. Okay, now we again take union for the intersection set and intersection for the union set. Okay, so അത് മനസ്സിലാകാൻ വേണ്ടിയിട്ട് ഞാൻ ഇങ്ങനെ പറയാം. സപ്പോസ് നോക്കുക, ഈ ഒരു സെറ്റ് എടുക്കുക, ബി എന്ന് പറയുന്ന സെറ്റ്. ഈ ബി എന്ന് പറയുന്ന സെറ്റിൽ infimum of വരുന്നത് ഇതങ്ങ് എടുത്താൽ മതിയല്ലോ, കുഴപ്പമില്ല, എടുത്തു. ഇൻഫിമം ഓഫ് ഇവിടെ ഞാൻ A1, അപ്പം B1 എന്ന് എഴുതാം നമുക്ക് അല്ലേ. B1 B1 ഈസ് ഇൻഫിമം ഓഫ് A1 A2 എക്സെട്ര. എല്ലാം എടുക്കും, എല്ലാത്തിൻ്റെ ഇൻഫിമം, കാരണം B1 സ്റ്റാർട്ട് ചെയ്തല്ലോ. ഓക്കെ, now what is B2? B2 എന്ന് പറഞ്ഞാൽ ഇവിടെ A1 ഉണ്ടാവില്ല, ബാക്കി A2 മുതൽ സ്റ്റാർട്ട് ചെയ്യും. ഒരു സെറ്റ് കുറവ് വന്നു. അപ്പോൾ ഒരു സെറ്റ് കുറവ് വരുമ്പോൾ ബാക്കിയുള്ളതിൻ്റെ ഇൻഫ്യൂ എന്ന് പറഞ്ഞാൽ കുറച്ച് വലുതായി വരും. കാരണം എന്താണ്, ഇപ്പോൾ ഉദാഹരണത്തിന് ഇതിൽ ഈ ഒരു ഫിഗറിൽ ഈ 0 ഒഴിവാക്കി നേരിക്കുക, ഒരു സെറ്റ് കുറവ് വന്നു, ഫസ്റ്റ് സെറ്റ് ഒഴിവായി എന്ന് ചെയ്യും. അപ്പോൾ എന്തായി, 0 1/2 മുതലുള്ള സെറ്റുകളാണ് ആരംഭിക്കുക. 0 1/2 0 1/2 2/3 എക്സെട്ര. സോ വാട്ട് വിൽ ബി ദ ഇൻഫിമം? 0 1/2 ആയിരിക്കും ഇൻഫിമം വരിക. ആദ്യം A1 ഉണ്ടായിരുന്നെങ്കിൽ 0 ആണ് ഇൻഫിമം വരുന്നത്. A1 ഇല്ലെങ്കിൽ 0 1/2 ആണ്. അപ്പോൾ ആ ഇൻഫിമം വലുതായി. ഓക്കെ, സോ അപ്പോൾ B2 B1-നേക്കാളും കുറച്ചും കൂടി വലുതായിരിക്കും. സോ എക്സെട്ര. അങ്ങനെ കൺസിഡർ ചെയ്താൽ വി ക്യാൻ സേ ദാറ്റ് Bn ഈസ് വലുതായി വരും. ഓക്കെ, Bn ഈസ് ഇൻക്രീസിങ്. ഓക്കെ, നൗ കൺസിഡർ Cn. പിന്നെ നോക്കാം, consider Cn. So what is C1? C1 C1 is supreme of A1 A2 etc. AK etc. N. Okay. Now what is C2? What is C2? C2 supreme of A2 etc. Okay, and so on. അപ്പോൾ സുപ്രീമത്തിൻ്റെ ബിഹേവിയർ എന്താണ്? സുപ്രീമം ഇതിൽ ഫസ്റ്റ് സെറ്റ് ഒഴിവാക്കിയ സുപ്രീം എന്തായിരിക്കും? ഈ 0 1 തന്നെയായിരിക്കും അല്ലേ. മോളിലാണെങ്കിലും ഫസ്റ്റ് സെറ്റ് ഒഴിവാക്കിയാൽ സുപ്രീം എന്ന് പറഞ്ഞാൽ അതിൻ്റെ ബിഗ്ഗസ്റ്റ് വാല്യൂ ആയിരിക്കും. ഓക്കെ, ബാക്കിയുള്ള എല്ലാ സെറ്റിൻ്റെ ബിഗ്ഗസ്റ്റ് വാല്യൂ ആയിരിക്കും.
സോ വി ക്യാൻ എന്താണ് ഓക്കെ C is equal to monotone Cn യൂണിയൻ K from നമുക്ക് ഇവിടെ തൊട്ടെടുത്താൽ മതി യൂണിയൻ K from n to infinity. അപ്പോൾ നമ്മൾ ഒരു C1 C2 etc. 1 minute. Bn increasing sequence നമുക്കത് കിട്ടിയല്ലോ monotonic increasing. Bn is monotonic increasing. Okay. സോ Bn monotonic increasing ആണെങ്കിൽ ആ Bnന്റെ ലിമിറ്റ് എന്തായിരിക്കും? അതാണ് ഇവിടെ പറഞ്ഞത്. Bnന്റെ ലിമിറ്റ് എന്ന് പറയുന്നത് ഇൻക്രീസിങ് സീക്വൻസിന്റെ ലിമിറ്റ് ഞാൻ ഇന്നലെ പറഞ്ഞിരുന്നു. ദാറ്റ് ഈസ് യൂണിയൻ. ഓക്കെ, സോ വി ഡിനോട്ട് ഇറ്റ് ആസ് യൂണിയൻ n from 1 to infinity then Bn. അപ്പോൾ Bn പകരം നമ്മൾ ജസ്റ്റ് ഇവിടെ ഇന്റർസെക്ഷൻ K from n to infinity AK എന്ന് എഴുതി. സോ Bn is a monotonic increasing sequence. So the limit will be union. So we can denote it as union K of n from 1 to infinity intersection K from n to infinity AK. അത് ഇങ്ങനെയാണ് ഡിനോട്ട് ചെയ്യുക. ലിമിറ്റ് ഇൻഫിമം an, ലിമിറ്റ് ഇൻഫിമം an, ലിമിറ്റ് ഇൻഫിമം an. ഈ ഇൻഫിമത്തിന് വരെ ഇന്റർസെക്ഷൻ ഇവിടെ വന്നു. ഇതിനിങ്ങനെ ഡിനോട്ട് ചെയ്യും. ലിമിറ്റ് അണ്ടർ ഒരു ലൈൻ കൊടുക്കും an. ഓക്കെ, നൗ Cn is the supreme of K from n to infinity AK. നോക്കുക, ഇതിൽ n equal to 1 ആകുമ്പോൾ A1 A2 എക്സെട്ര an അതിൻ്റെ യൂണിയനാണ് വരുന്നത്. A1 A2 എക്സെട്ര എൻ്റെ യൂണിയൻ. n equal to 2 ആകുമ്പോൾ A2 A3 എക്സെട്ര അതിൻ്റെ യൂണിയൻ വരും. ഓക്കെ, സോ അത് നമ്മളിവിടെ എഴുതിയിട്ടുണ്ട്. ഇവിടെ നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ എഴുതാം, സുപ്രീം എന്ന് വേണമെങ്കിൽ എഴുതാം. ഓക്കെ, ഇവിടെ 1 കൊടുക്കേണ്ടി വരും. Here also we have 2 മുതൽ വരും. അപ്പോൾ ഇവിടെ ഒരു സെറ്റ് കുറവുണ്ട് അല്ലേ? ഇവിടെ സെറ്റ് കുറവുണ്ട് പ്രശ്നം എന്താണ്? ചിലപ്പോൾ ആ നമ്മൾ ഒഴിവാക്കിയ സെറ്റായിരിക്കും ബാക്കിയുള്ള എല്ലാ സെറ്റിനേക്കാളും വലുത്. ഒരുപക്ഷെ അങ്ങനെ ആകാം. നമ്മൾ ഒഴിവാക്കിയ സെറ്റ് ആകാം ബാക്കിയുള്ള എല്ലാ A2 A3 എക്സെട്രേക്കാളും വലുത്. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ C2ൻ്റെ സുപ്രീം എന്തായിരിക്കും? ആദ്യത്തേനേക്കാളും അല്പം ചെറുതായിരിക്കും. കാരണം നമ്മൾ ആദ്യത്തേൽ ആ വലിയ സെറ്റ് ഉണ്ടായിരുന്നു, രണ്ടാമത്തേൽ ആ വലിയ സെറ്റില്ല. ആ വലിയ സെറ്റ് ഇല്ലാത്തതുകൊണ്ട് ഇതിൻ്റെ സുപ്രീമം വാല്യൂ എന്ന് പറയുന്നത് കുറച്ച് കുറയാം. ഓക്കെ, സോ അപ്പോൾ നമ്മൾ ഓരോന്ന് ഒഴിവാക്കും തോറും ഈ സുപ്രീമത്തിൻ്റെ സൈസ് കുറഞ്ഞിരിക്കും. ഏത് സെറ്റ് ഒഴിവാക്കിയാലും ആ സെറ്റിൻ്റെ സാന്നിധ്യം പോകുമ്പോൾ അത് ബിഗ്ഗർ സെറ്റ് ആണെങ്കിൽ അതൊരിക്കലും അടുത്ത സ്റ്റെപ്പിൽ സുപ്രീമമായിട്ട് വരില്ല. സോ അതുകൊണ്ട് നമുക്ക് പറയാൻ പറ്റും Cn is a decreasing set. Cn is Cn ഡിക്രീസിങ് ആയതുകൊണ്ട് അത് ഇന്റർസെക്ഷനിലേക്കായിരിക്കും അത് കൺവേർജ് ചെയ്യുക. ഇന്റർസെക്ഷനിലേക്കാണ് കൺവേർജ് ചെയ്യുക. അല്ലെങ്കിൽ അതിൻ്റെ ലിമിറ്റ് എന്ന് പറയുന്നത്. സോ ദാറ്റ് ലിമിറ്റ് ഈസ് റെപ്രസെൻറ്റഡ് ബൈ C. So Cn is a monotonic decreasing sequence with the limit C equal to intersection n from 1 to infinity union K from n to infinity. ഇത് യൂണിയൻ ആണ് വാല്യൂ, അല്ലെങ്കിൽ സുപ്രീം എന്ന് പറയുന്നത് യൂണിയൻ K from n to infinity AK. ദാറ്റ് ഈസ് ഡിനോട്ടഡ് ബൈ, യൂണിയൻ പറയുമ്പോൾ സുപ്രീമം പറയും, ഇന്റർസെക്ഷൻ പറയുമ്പോൾ ഇൻഫീമം പറയും. അങ്ങനെയാണ് അതിൻ്റെ നൊട്ടേഷൻ കൊടുത്തിരിക്കുന്നത്. സോ ലിമിറ്റ് സുപ്രീമം an, ദാറ്റ് ഈസ് ലിമിറ്റ് മുകളിലൊരു വര കൊടുക്കണം an. സോ ദിസ് ഈസ് ദ limit of arbitrary sequence B and C. Monotonic increasing ആണെങ്കിൽ ബിയും അല്ല ബി ആണ് ഇങ്ങനെ നമ്മൾ ബി എൻ വഴിയായിട്ട് കിട്ടിയ ലിമിറ്റ്, സി ആണ് സി എൻ വഴിയായിട്ട് കിട്ടിയ ലിമിറ്റ്.
സോ ഈ രണ്ട് ലിമിറ്റ് സെയിം ആണെങ്കിൽ നമുക്ക് പറയാം ഈ ലിമിറ്റ് എക്സിസ്റ്റ് എന്ന് പറയാം. ഓക്കെ, ഈ രണ്ട് അത് ലിമിറ്റ് സുപ്രീമം ഈക്വൽ ടു ലിമിറ്റ് ഇൻഫിമം ആണെങ്കിൽ then we can say that limit exists. Okay, so ഇതവിടെ പറഞ്ഞില്ല, ലിമിറ്റ് ഇൻഫിമം ഓഫ് n equal to limit supreme of n equal to a, then the limit of n is said to be exist and a is called the limit. Moreover, limit infimum of n subset of limit supreme of n. Okay, set property വെച്ചിട്ടാണ് പറയുന്നത്. So that means if limit infimum of n is different from limit supreme of n, then that means the limit does not exist. അപ്പോൾ രണ്ട് കാര്യങ്ങളാണ് അതിൽ പറയാൻ പറ്റും. ഓക്കെ, സംടൈംസ് ലിമിറ്റ് ഇൻഫിമം എക്സിസ്റ്റ് ആൻഡ് ലിമിറ്റ് സുപ്രീം, സംടൈംസ് ലിമിറ്റ് ഇൻഫിമം ഡസ് നോട്ട് എക്സിസ്റ്റ് അറ്റ് ദ സെയിം ടൈം ലിമിറ്റ് സുപ്രീമം എക്സിസ്റ്റ്. In that case we cannot say the limit exists. The limit exists only when limit infimum of n equal to limit supreme of an. So we consider some example. Let n be the set of points x comma y condition plane lying within the rectangle bounded by two axes and lines x equal to n and y equal to 1 by n. So we can plot that. ഇത് ഞാൻ പ്രിൻ്റ് സ്ക്രീൻ അടിക്കുന്നില്ല, കാരണം നിങ്ങളത് ഓൾറെഡി വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്കത് സ്റ്റോപ്പ് ചെയ്ത് വേണമെങ്കിൽ അത് എഴുതിയെടുക്കാം കേട്ടോ. Now we consider differential plane and now we consider x equal to n, x equal to n and y equal to 1 by n. X equal to n, y equal to 1 by n. Okay, so when x equal to 1, this is 1. When y equal to 1 by n. So when n equal to 1, x equal to 1 and y equal to 1. When n equal to 2, equal to 1 ആകുമ്പോൾ അത് വരും, n equal to 1 വരുമ്പോൾ ഈ ലൈൻ വരും അല്ലേ, ഏതാണ് 1, 0, 0, 1 ആണെന്ന് വിചാരിക്കുക. When ഇതാണ് വരിക when n equal to 1. When n equal to 2, n equal to 2 എന്തായിരിക്കും, എക്സ് 2 ആയിരിക്കും. അപ്പോൾ ഇതിൻ്റെ മുകളിലേക്ക് പോവും, y എക്സ് ഇങ്ങോട്ട് വരും, ഇവിടേക്ക് ഇവിടം വരെ വരും അല്ലേ. എക്സ് 2 എന്ന് പറയുമ്പോൾ ഏകദേശം ഇങ്ങോട്ട് വരും അല്ലേ, എക്സ് ഇക്വൽ ടു ഡബിൾ ആവും, y എന്താവും, y പകുതിയാവും. സോ y വിൽ ബി സംവെയർ ഹിയർ. ഓക്കെ, അപ്പോൾ ഈ കേസിൽ നമുക്ക് അടുത്ത കളർ എടുക്കാം. ഇതായിരിക്കും n equal to 2 വരുമ്പോൾ. സോ അപ്പോൾ ഈ ഒരു കേസിൽ നമുക്ക് എന്താ പറയുക, അത് വലുതാണോ ചെറുതാണോ പറയാൻ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട്. ഓക്കെ, സോ ഇൻ ദാറ്റ് കേസ് വി കൺസിഡർ, സോ n ഈസ് നോട്ട് മൊണോട്ടോൺ അല്ല, അത് സൈസ് വലുതാവും ചെറുതാവും അങ്ങനെ മാറിക്കൊണ്ടിരിക്കും. സോ what is ഇൻഫിമം വാല്യൂ അല്ലെങ്കിൽ ലിമിറ്റ് സുപ്രീമം വാല്യൂ എന്ന് പറയുന്നത് എന്താണ്, സുപ്രീമം വാല്യൂ, ലിമിറ്റ് സുപ്രീമം വാല്യൂ. നമുക്കറിയാം എക്സിൻ്റെ സുപ്രീമം വാല്യൂ എന്ന് പറയുന്നത് ഇൻഫിനിറ്റി തന്നെയാണ് അല്ലേ. n ഇൻഫിനിറ്റി വരുമ്പോഴാണ് എക്സിന് മാക്സിമം വരുന്നത്. അതുപോലെ n ഇൻഫിനിറ്റി കൊടുക്കുമ്പോൾ 0 വരുന്നു.
അപ്പോൾ അതുകൊണ്ട് നമുക്ക് ലിമിറ്റ് സുപ്രീമം എന്ന് പറയുന്നത് നമുക്ക് ഇതായിട്ട് കണക്കാക്കാം. 0 ലെസ് ദാൻ ഓർ ഈക്വൽ എക്സ് ലെസ് ദാൻ ഇൻഫിനിറ്റി ആൻഡ് വൈ ഈക്വൽ 0. ഓക്കെ. അതുപോലെ തന്നെ ബി എൻ ഇസ് ഈക്വൽ ഇൻ്റർസെക്ഷൻ കെ ഫ്രം 1 to infinity എ കെ. അപ്പോൾ അത് ഈ സെറ്റ് 0 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ എൻ കോമ വൈ ഈക്വൽ 0 എന്ന് പറയുന്ന സെറ്റിൻ്റെ എന്താണ് ആ സെറ്റാണ്, അതിൻ്റെ സബ്സെറ്റാണ്. ഓക്കെ. സോ ഇതിൻ്റെ ലിമിറ്റ് ഇൻഫിമം വാല്യൂ നമ്മൾ എന്ത് കൊടുത്താലും എന്നിന് ഇൻഫിനിറ്റി കൊടുത്താൽ ഇൻഫിമം എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഏത് സെറ്റ് എടുത്താലും എൻ ഈക്വൽ ടു എൻ, ഇനി എൻ ഈക്വൽ എൻ പ്ലസ് 1 ആകുമ്പോൾ കുറച്ചും കൂടി വലുതായി, എൻ ഈക്വൽ എൻ പ്ലസ് 2 ആകുമ്പോൾ കുറച്ചുകൂടി വലുതായി. അതിൻ്റെ ഇൻ്റർസെക്ഷൻ എടുത്താൽ തീർച്ചയായിട്ടും 0 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ എൻ തന്നെയാണ് വരിക. മനസ്സിലായില്ലേ? വൈയുടെ ആകുമ്പോൾ ആദ്യം 1 ആയിരുന്നു, പിന്നെ 1/2 ആയി, 1/3 ആയി, എക്സെട്ര 0 ആയി. അപ്പോൾ 0 ഉള്ളതാണ് വരിക. അതുകൊണ്ടാണ് ഇങ്ങനെ എഴുതിയിരിക്കുന്നത്. സോ ഇനി ഇതിൻ്റെ ലിമിറ്റ് എടുത്താൽ എന്താ സംഭവിക്കുക? ലിമിറ്റ് എടുക്കുമ്പോൾ നമുക്കറിയാം എന്നിന് മാത്രമേ ഇവിടെ ലിമിറ്റ് കൊടുക്കേണ്ടതുള്ളൂ. അപ്പോൾ എന്നിന് ലിമിറ്റ് എടുക്കുമ്പോൾ അത് ഇൻഫിനിറ്റി ആവും. സോ ദിസ് ഈസ് എ സെറ്റ്. ഓക്കെ. സോ ബി ഈസ് ഈക്വൽ ടു ലിമിറ്റ് ഇൻഫിനിറ്റി ഓഫ് എ എൻ 0 ഇതാണ് വന്നിരിക്കുന്നത്. 0 ലെസ് ദാൻ ഓർ ഈക്വൽ എക്സ് ലെസ് ദാൻ ഇൻഫിനിറ്റി. അതുപോലെ തന്നെ സി കിട്ടിയിരിക്കുന്നത് ലിമിറ്റ് എന്ന് പറയുന്നത് സി കിട്ടിയിരിക്കുന്നത് അത് തന്നെയാണ്. കാരണം സുപ്രീമം വാല്യൂ ഇതാണ്. മനസ്സിലല്ലേ? സുപ്രീമം വാല്യൂ എന്നിന് സുപ്രീമം മാക്സിമം വരുമ്പോൾ അല്ലെങ്കിൽ എൻ ഈക്വൽ ടു എൻ പ്ലസ് 1, എൻ ഈക്വൽ എൻ പ്ലസ് 2 എക്സെട്ര എടുത്ത് കഴിയുമ്പോൾ കിട്ടുന്ന ആ ഒരു എക്സ് ആക്സിൻ്റെ വിഡ്ത്ത് സുപ്രീം ആകുന്നത് ഇൻഫിനിറ്റി വരുമ്പോഴായിരിക്കും. വൈ ആക്സിസിൽ വിഡ്ത്ത് മാക്സിമം ആകുന്നത് എൻ ഈക്വൽ ടു അല്ലെങ്കിൽ 1/n വരുമ്പോഴായിരിക്കും. മനസ്സിലായില്ലേ? മാക്സിമം എക്സ് ആക്സിൽ മാക്സിമം വരുന്നത് ഇൻഫിനിറ്റി വരുമ്പോൾ, ഇങ്ങനെ നീണ്ടു പോകുമ്പോൾ. വൈ ആക്സിൽ മാക്സിമം വരുന്നത് എപ്പോഴാണ്? ഈ റെഡിൻ്റെ ഹൈറ്റിലാണ്. അപ്പോൾ അതുകൊണ്ടാണ് അത് രണ്ടും എടുത്തിരിക്കുന്നത്. സോ ദാറ്റ് ഈസ് സി ആൻഡ് ബി ആർ സെയിം. നമുക്കറിയാം സി രണ്ടും സെയിം ആണ്. സോ ദാറ്റ് ഈസ് ലിമിറ്റ് എക്സിസ്റ്റ്. പക്ഷെ ഇത് മോണോട്ടോൺ ഇൻക്രീസിങ്ങോ ഡിക്രീസിങ്ങോ അല്ല. ഈ ഒരു കൺസെപ്റ്റ് വെച്ച് മാത്രമാണ് നമുക്ക് ലിമിറ്റ് എക്സിസ്റ്റിംഗ് എന്ന് പറയാൻ പറ്റുക. ഓക്കെ. ഇതിൻ്റെ ഒരു സെറ്റും കൂടി വേണമെങ്കിൽ ഞാൻ വരയ്ക്കാം. എന്താ വരിക? 3 വരും അല്ലേ? മൂന്നാമത് വരും. n equal to 3 എന്നുള്ളത് വരും. അപ്പോൾ വൈയിൽ എത്രയാണ് വരുള്ളൂ? 1/3. അപ്പോൾ ഏകദേശം എത്ര വരുള്ളൂ? അപ്പോൾ അവിടെ ഇത് വരും. ഇത്ര പറ്റില്ല. നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഞാനത് വരയ്ക്കുന്നില്ല. ഈ ഒരു ഹൈറ്റിന് അതാണ് തേർഡ് സെറ്റ്. ഓക്കെ. അപ്പോൾ അത് നിങ്ങൾ മനസ്സിലാക്കിയെടുക്കുക. Now we consider another example. 0 less than omega less than b plus minus 1 raised to n divided by n. So cn എന്ന് പറയുന്നത് എന്തായിരുന്നു? സി എന്ന് പറഞ്ഞാൽ സുപ്രീമാണ്. സോ ഇതിൻ്റെ സുപ്രീമം വാല്യൂ ഏതാണ്? ഇപ്പോൾ നോക്കുക, ഇവിടെ n ഈക്വൽ ടു 2 ആകുമ്പോൾ ഇത് സ്ക്വയർ ആയത് പോസിറ്റീവ് ആവും, 1 ആകുമ്പോൾ ഇത് നെഗറ്റീവ് ആവും. അപ്പോൾ നെഗറ്റീവ് പോസിറ്റീവിന് ഓൾട്ടർനേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. സോ മാക്സിമം വാല്യൂ എന്തായിരിക്കും? മാക്സിമം വാല്യൂ എന്ന് പറയുന്നത് മാക്സിമം വാല്യൂ ഈസ് എന്താണ്? ബി പ്ലസ് 1/n. കാരണം ഇത് സ്ക്വയർ വരുമ്പോൾ 1 ആവും. 1/n ഇഫ് n ഈസ് ഈവൻ. കാരണം n ഇൻഫിനിറ്റിയിലേക്ക് പോയി കഴിഞ്ഞാൽ അത് 0 ആയി. 1/n എന്ന് പറഞ്ഞാൽ 0. അപ്പോൾ അത് ചെറിയ സെറ്റ്, ലെങ്ത് കുറഞ്ഞ സെറ്റ്, 0 to b വരെ ഉള്ളൂ. അപ്പോൾ 1/n കൂടി എടുത്താൽ 0 to b plus 1/n വരെയുള്ള ഡിസ്റ്റൻസ് കിട്ടും. അതുകൊണ്ട് അതാണ് മാക്സിമം വരിക. വെൻ ഓഡ്, എനി ഓഡ് മീൻസ് 1 or 3 or etc. എനി ഓഡ് ആകുമ്പോൾ ഇതിൻ്റെ സുപ്രീമം വാല്യൂ എന്ന് പറയുന്നത് b minus 1 ആണ് വരിക. -1/n. b minus 1/n. സോ ഇവിടെ മൈനസ്
minus omega less than b minus 1 by 3 b minus n equal to 1 വരുമ്പോൾ ഏതാണ് വരിക? n equal to 1 വരുമ്പോൾ b minus 1 by n, n equal to 3 വരുമ്പോൾ b minus 1 by 3, b minus 1, b minus 1 by 3. അതങ്ങനെയല്ല വരേണ്ടത്. 1 by n, 1 plus b plus 1 by n. നമുക്ക് വേണമെങ്കിൽ ഫിഗർ വരച്ചു നോക്കാം, അപ്പോൾ ക്ലിയർ ആവും. ഒന്നാമത്തെ ഇത് ഇവിടെ 0, ഇവിടെ വേണമെങ്കിൽ ഇവിടെ 0 എന്ന് കൊടുക്കാം. ഇവിടെ എന്തായിരുന്നു തന്നിരിക്കുന്നത്? b plus minus 1 raised to n, b plus minus 1 raised to n by n. So when n equal to 1, when n equal to 1, this is b minus 1. Okay, b minus 1, n equal to 1. When n equal to 2, this is the square 1i, b plus 1 by 2. Okay, etc. When n equal to k, what is that? b plus, if k is even, if k is even, that will be positive 1 by k. If k is odd, what happens? If k is odd, that will be b minus 1 by k. Okay, b minus 1 by k. ഇനി n equal to k plus 1, n equal to k plus 1 വരുമ്പോൾ b plus 1 by k plus 1, 1 by k plus 1. Okay, that is when n is k plus 1 is even. When k plus 1 is odd, then that is b minus 1 by k plus 1. When any with reference ഇവിടെ ഈവൻ ഇവിടെ ഈവൻ, ഇവിടെ ഓഡ്. ഇനി നോക്കുക, ഇത് ഓടാവുമ്പോൾ k plus 1 ഈവൻ ആയി മാറും അല്ലേ? ഈവൻ ആയി മാറും. ഓക്കെ, അതായത് k ഈവൻ ആവുമ്പോൾ അല്ലെങ്കിൽ k ഓടാവുമ്പോൾ b minus 1 by k ആണ് കിട്ടുക. അപ്പോൾ k ഓടാവുമ്പോൾ സ്വാഭാവികമായിട്ട് k plus 1 എന്താവും? ഈവൻ ആയി മാറും. ഓക്കെ, k plus 1 എന്ന് പറഞ്ഞാൽ ഈവൻ ആയി മാറും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ k മുതൽ അല്ലെങ്കിൽ k plus 1 k plus 2 എക്സെട്ര എന്നുള്ളതിൻ്റെ
അങ്ങനെയുള്ള ആ സീക്വൻസ് എടുക്കുമ്പോൾ കെ ഓഡായിട്ട് വന്നാൽ അതിനേക്കാളും ബിഗർ സെറ്റ് K+1 ഈവൻ സെറ്റ് ആയിരിക്കും. മനസ്സിലായില്ലേ? ബിഗർ സെറ്റ് എന്ന് പറയുന്നത് കാരണം B+1 + K+1 വരുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാൻ പറ്റും? നമുക്ക് പറയാം Cn is the infimum of set. അപ്പോൾ അത് അങ്ങനെ പറയാൻ പറ്റില്ലല്ലോ. ഇതിൽ എനിക്ക് തോന്നുന്നു ഇത് ഒരു കറക്ഷൻ ഉണ്ട്. അത് N is odd ആകുമ്പോൾ നമുക്ക് K is odd ആകുമ്പോൾ അതിൻ്റെ ഇൻഫിമം എന്ന് പറയുന്നത് K+1/n B1 + K BK+1 BK+2 etc. അതിൻ്റെ ഇൻഫിമം വാല്യൂ Cn എന്തായാലും നമ്മൾ എടുത്തിരുന്നത് Cn സുപ്രീമാണ്, ഇൻഫിം അല്ല സുപ്രീമാണ്. യെസ്, അപ്പോൾ ശരിയാണ്. അപ്പോൾ Cn സുപ്രീം ആണല്ലോ നമ്മൾ എടുക്കുന്നത്, അതുകൊണ്ട് തന്നെയും ഇൻഫിം അല്ല, സുപ്രീമം. സോ സുപ്രീമം വാല്യൂ വിൽ ബി ഈവൻ ആകുമ്പോൾ സുപ്രീമം വാല്യൂ B+1/Kയും ഓഡ് ആവുമ്പോൾ അതിൽ തന്നെയുള്ള ഇത് നമുക്ക് എടുക്കാൻ പറ്റില്ല, കാരണം അത് അതിനേക്കാളും ചെറുതാണ്. അതിനേക്കാളും വലിയ സെറ്റ് വരുന്നത് B+1/K, അത് ഈവൻ ആയിട്ട് മാറും. K+1 എന്ന് പറയുന്നത് ഈവൻ ആയിട്ട് മാറും. മനസ്സിലായില്ലേ? K ഓഡ് ആകുമ്പോൾ K+1 ഈവൻ ആയിട്ട് മാറും. അപ്പോൾ അതുകൊണ്ട് ഇതിലുള്ള ബിഗർ സെറ്റ് എന്ന് പറയുന്നത് 0 to B+1/K+1 ആണ്. മനസ്സിലായില്ലേ? അപ്പോൾ നമുക്ക് ആ സെറ്റ്, ആ ഒരു ടൈമിനെ നമുക്ക് എന്തായിട്ട് എടുക്കാം? അതിൻ്റെ B+1/K+1 എടുക്കാം. കാരണം ഇത് ഓടാകുമ്പോൾ B-1/K ആണ്, അത് ചെറിയ സെറ്റാണ് വരിക. നമ്മൾ സുപ്രീമാണ് എടുക്കുന്നത്. സുപ്രീം എടുക്കുമ്പോൾ അടുത്ത സെറ്റിൽ K+1 ഈവനായി മാറും. അപ്പോൾ അതിൻ്റെ എഡ്ജ് വാല്യൂ, സോ ദാറ്റ് ഈസ് B+1/K+1. അങ്ങനെയാണ് അതിൻ്റെ ഇത് വരിക. സോ നൗ വാട്ട് ഈസ് ലിമിറ്റ് സുപ്രീം ഓഫ് n? ലിമിറ്റ് സുപ്രീം ഓഫ് n, അതിന് നമുക്ക് n-ന് ഇൻഫിനിറ്റി കൊടുത്താൽ മതി, അപ്പോൾ നമുക്ക് കിട്ടും. സോ B+1/n ആയതുകൊണ്ട് 1/n എന്ന് പറയുന്നത് 1/∞ 0 ആയി പോവും. അതുപോലെ 1/n+1 0 ആയി പോവും. അതുകൊണ്ട് B+0 ആയതുകൊണ്ട് അതിന് ശേഷമാണ് ഓപ്പൺ വരുന്നത്. B+0 ഓപ്പൺ എന്ന് പറഞ്ഞാൽ B ക്ലോസ്ഡ് ആണ് വരിക. സോ ദാറ്റ് ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു B+0 open means B closed, that is less than or equal to B. So similar argument we can apply for infimum value. So you will get Bn is equal to 0 less than omega less than B-1/n. അതുപോലെ തന്നെ 0 less than omega less than B-1/n+n, n is even. In this case also limit infimum of an, that is 0 less than, ഇവിടെ നമുക്ക് B-1/n B-0 ഓപ്പൺ. അപ്പോൾ B-0 ഓപ്പൺ ആണെങ്കിൽ ബിക്ക് മുമ്പുള്ളതെന്നാണ് അർത്ഥം. ബിക്ക് മുമ്പുള്ളത് B-0 ഓപ്പൺ വരും. B-0 ഓപ്പൺ വരും. അപ്പോൾ എന്താണ് ബിക്ക് മുമ്പുള്ള വാല്യൂ നമുക്ക് എന്ത് എഴുതാം? ദാറ്റ് ഈസ് ലെസ് ദാൻ ബി. ഓക്കെ, സോ ലിമിറ്റ് ഇൻഫിനിമം ഓഫ് n ഈസ് 0 ലെസ് ദാൻ ഒമേഗ ലെസ് ദാൻ ബി. സോ ദീസ് ആർ ഡിഫറെൻറ്റ്. ഒന്ന് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആണ്, ഒന്ന് ലെസ് ദാൻ ആണ്. അപ്പോൾ അതുകൊണ്ട് this difference implies the limit of an does not exist. Okay. Now we consider some very fundamental idea of fundamental requirement for the probability theory. നമുക്കറിയാം probability theory we cannot find the probability of all events. എല്ലാ ഇവൻസിൻ്റെയും പ്രോബബിലിറ്റി കണ്ടുപിടിക്കാൻ പറ്റില്ല.
Remember that we cannot find out the probability for each and every event. Okay, എല്ലാ ഇവൻറ്റിൻ്റെയും പ്രോബബിലിറ്റി കണ്ടുപിടിക്കാൻ പറ്റില്ല. അപ്പം നമ്മൾ എന്ത് ചെയ്യും, ഒരു സ്പെഷ്യൽ കളക്ഷൻ ഓഫ് സെറ്റ്സ് എടുക്കും. എല്ലാ ഇവൻറ്റിൻ്റെയും കണ്ടുപിടിക്കാൻ പറ്റാത്തതുകൊണ്ട് നമ്മളൊരു സ്പെഷ്യൽ കളക്ഷൻ എടുക്കും. അതിനെയാണ് പറയുക സിഗ്മ ഫീൽഡ്സ് എന്ന് പറയാം. ഇപ്പം ഞാനത് വരച്ച് കാണിക്കുകയാണെങ്കിൽ നമ്മളൊരു സെറ്റ് കൺസിഡർ ചെയ്യാം. ഇത് പവർ സെറ്റാണെന്ന് വിചാരിക്കട്ടെ. പവർ സെറ്റിൻ്റെ പ്രത്യേകത എന്താണ്? പവർ സെറ്റിൻ്റെ പ്രത്യേകത എന്താണ്? ഇതിൽ എല്ലാ സബ്സെറ്റും ഉണ്ടാവും അല്ലേ? എ ഉണ്ടാവും, ബി ഉണ്ടാവും, അങ്ങനെ നൾ സെറ്റ്, ഹോൾ സെറ്റ്, എക്സെട്ര എല്ലാ സെറ്റുകളും ഉണ്ടാവും. ബി, നൾ സെറ്റ്, ഹോൾ സെറ്റ്, എല്ലാ സെറ്റുകളും ഉണ്ടാവും. പക്ഷേ ഈ പവർ സെറ്റിലുള്ള എല്ലാ സെറ്റും നമ്മൾ എടുക്കില്ല. പകരം വി വിൽ റെസ്ട്രിക്റ്റ് ഇറ്റ് ടു സം സെറ്റ്സ് because we cannot find out the probability for each and every subset of a sample space. ഒരു സാമ്പിൾ സ്പേസിൽ എല്ലാ സബ്സെറ്റിനും പ്രോബബിലിറ്റി കണ്ടുപിടിക്കാൻ പറ്റില്ല. അതാണ് ഒരു പ്രോബബിലിറ്റി ഡെഫിനിഷൻ്റെ ഒരു ന്യൂനത എന്ന് പറയുന്നത്. സോ ദാറ്റ് വി വിൽ കൺസിഡർ കളക്ഷൻ ഓഫ് സബ്സെറ്റ്സ്. ഈ കളക്ഷൻ്റെ പ്രത്യേകത എന്തായിരിക്കും? ഇഫ് എ ഈസ് ഇൻ ദിസ് സെറ്റ്, then A complement will also in this set. Okay, A ഉണ്ടെങ്കിൽ A complement ഉണ്ടായിരിക്കും. Now if A is in set and B is in this set, then A union B will be also a member of this set, or A intersection B is a member of set. Okay, ഇത് രണ്ടെണ്ണം എടുത്താൽ ഇനി കൗണ്ടബിൾ എടുക്കാം. ഇഫ് A1, A2, എക്സെട്ര, അങ്ങനെ ഒരു കൗണ്ടബിൾ കളക്ഷൻ ഉണ്ടെന്നായിരിക്കും. ആ കൗണ്ടബിൾ കളക്ഷൻ്റെ യൂണിയൻ, A1 യൂണിയൻ A2 യൂണിയൻ എക്സെട്ര, ആ കൗണ്ടബിൾ കളക്ഷൻ്റെ യൂണിയൻ എടുക്കും. സോ ദാറ്റ് വിൽ ഓൾസോ ബിലോങ്സ് ടു ദിസ് സെറ്റ്. അല്ലെങ്കിൽ കൗണ്ടബിൾ കളക്ഷൻ ഇൻ്റർസെക്ഷൻ എടുക്കുന്നു, A1, A2, A3 എക്സെട്ര. അപ്പോൾ നമ്മൾ ആ കൗണ്ടബിൾ ഇൻ്റർസെക്ഷൻ ദാറ്റ് ഓൾസോ ബിലോങ്സ് ടു ദിസ് സെറ്റ്. സോ സച്ച് എ കളക്ഷൻ ഓഫ് സെറ്റ്സ് ആർ കോൾഡ് സിഗ്മ ഫീൽഡ്. ഓക്കെ, ഈ ആദ്യത്തെ രണ്ട് പ്രോപ്പർട്ടി മാത്രമേ ഉള്ളെങ്കിൽ ദാറ്റ് ഈസ് എ ഫീൽഡ്. ദിസ് ഈസ് നമ്പർ 1, ദിസ് ഈസ് നമ്പർ 2. This set is called a field if it satisfies condition 1 and 2. This set is called a sigma field if the condition 1, 2 and 3 satisfies. Okay. അപ്പോൾ ഒന്നും രണ്ടും കണ്ടീഷൻ. ദാറ്റ് മീൻസ് ഇഫ് എ, ഞാനിവിടെ ഇതുണ്ടാവും, ഇതാണ് കണ്ടീഷൻസ്. ഇഫ് എ ബിലോങ്സ് ടു സ്ക്രിപ്റ്റ് എ, സ്ക്രിപ്റ്റ് എ ഇസ് ദ സബ്സെറ്റ് ഓഫ് ദാറ്റ് പവർ സെറ്റ് ഓർ ദാറ്റ് കളക്ഷൻ, then A complement also belongs to that script A. If A comma B belongs to script A, then A union B belongs to script A. That is, A is closed under union. First we can say closed under complementation. The class of sets script A is closed under complementation. Second is the class is closed under finite union. The third one, 1.20. If A1, A2, A n belongs to script A, then union I from 1 to n. Also, this is also finite. A1, A2, A n. Then union I from 1 to n. AI belongs to script A. അപ്പോൾ ഈ രണ്ടെണ്ണത്തിന് വരെ n സെറ്റ്സ് എടുത്തു എന്ന് പറഞ്ഞു. സോ ഇഫ് ദിസ് സാറ്റിസ്ഫൈ ദിസ് 3 പ്രോപ്പർട്ടീസ്. ഇപ്പോൾ ഈ രണ്ടാമത്തെ ഒരു ജനറലൈസേഷനാണ് മൂന്നാമത്തത്. അപ്പോൾ അത് 2 പറഞ്ഞാലും മതി, 3 പറഞ്ഞാലും കുഴപ്പമില്ല, അല്ലെങ്കിൽ 1, 3 പറഞ്ഞാലും മതി. സോ ഇഫ് ദിസ് three conditions satisfied, then that collection is called a field.
അതുപോലെ തന്നെ ഇൻ്റർസെക്ഷൻ പറയാം, യൂണിയൻ പറയുന്ന പോലെ ഇൻ്റർസെക്ഷൻ പറയാം. ഓക്കെ, സോ സച്ച് കളക്ഷൻ ഈസ് കോൾഡ് ഫീൽഡ്. Okay, now we consider the definition of field is given here. A field is closed under finite union. Conversely, about a field in the property ആണ്. അപ്പോൾ നമുക്ക് ഫീൽഡിൻ്റെ ഡെഫിനിഷൻ നമുക്ക് എങ്ങനെ പറയാം? എ ഫീൽഡ് ഈസ് എ ഡെഫിനിഷനായിട്ട് എഴുതിയിട്ടില്ല, എങ്കിലും ഞാൻ ഇങ്ങനെ പറയാം. എ ഫീൽഡ് ഈസ് എ കളക്ഷൻ ഓഫ് സബ്സെറ്റ്സ് ഓഫ് എ എന്താണ് sample space, collection of subset of sample space, and if this collection satisfy three properties, that is, one is if A belongs to A, then A complement also belongs to A. രണ്ടാമത്തെ, if A comma B belongs to script A, then A union B belongs to script A, or A intersection B belongs to script A. And the third one, A1 A2 AN belongs to script A, then union I from 1 to n AI belongs to script A. n വരെ ഉള്ളൂ സ്ക്രിപ്റ്റ് എ. ദെൻ വി സേ ദാറ്റ് സ്ക്രിപ്റ്റ് എ ഈസ് എ ഫീൽഡ്. അതിനാണ് ഫീൽഡ് എന്ന് പറയുക. ഇത് ഈ പുസ്തകത്തിൽ ഇവിടെ പറഞ്ഞിട്ടില്ല, കാണിച്ചിട്ടില്ല. എനിവേ, ദാറ്റ് ഈസ് എ ഡെഫിനിഷൻ ഓഫ് ഫീൽഡ്. സോ വാട്ട് ഈസ് എ ഡെഫിനിഷൻ ഓഫ് സിഗ്മ ഫീൽഡ്? സിഗ്മ ഫീൽഡ് എന്ന് പറയുമ്പോൾ ഒന്നും കൂടി കൂടുതലുണ്ടാവും. അതേതാണ്? ഈ മൂന്നാമത് ഞാൻ പറഞ്ഞു. ഈ രണ്ടാമത്തിൻ്റെ തന്നെ ഒരു ജനറൽ വേർഷനാണ് ഇഫ് A1, A2, etc. AN വരെ. AN is a member of this set, then A1 union, A2 union, etc. N is also a member. Okay, in this set. അപ്പോൾ ഈ രണ്ടാമത്തെ ഒരു ജസ്റ്റ് ജനറലൈസേഷനാണ് ഇത് പറഞ്ഞിരിക്കുന്നത്. ഇനി മൂന്നാമത്തെ കണ്ടീഷൻ എന്താണ്? ഇഫ് A1 A2 A infinity belongs to this set, then A1 union A2 union etc. belongs to this set. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഈ മൂന്നാമത്തെ പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ആണ്, we will say that collection is a sigma field. Okay, so we have defined field and sigma field. I think we can stop now because you will have അടുത്ത ക്ലാസ് ആരെയാണ്?